പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? സ്ത്രീപീഡന പരാതി കൊണ്ട് കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നു. താങ്കളോട് ആരാണ് പറഞ്ഞത്? വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നും 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. എനിക്കറിയാം. ഞാൻ പറയട്ടെ, 69 വകുപ്പ് കണ്ടോളൂ, ചിരിക്കരുതേ. നമ്മളിവിടെ മെൻസ് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആത്യന്തികമായിട്ട് മെൻസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂഷൻ അല്ല, ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സിറ്റിസൺ ഒരു സ്പേസ് ഉണ്ടാവുകയാണ്, ഒരു വോയിസ് ഉണ്ടാവുകയാണ്. ആ ഇൻവിസിബിലിറ്റി മാറി ഞങ്ങൾ വിസിബിൾ ആണ് എന്ന് പറയാൻ പുരുഷന്മാർക്ക് സാധിക്കും. ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിലെ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. ആ റിമാൻഡ് കാലയളവിൽ കൂടുതൽ എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് അല്ല, എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? തത്വം പറയാം, കിടക്കുന്നവനെ എന്റെ വേദന. ഞാൻ പറയുന്നു, ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത്. ജയിലിൽ കിടന്നതിന്റെ സൗന്ദര്യമാണ്. അല്ല, അദ്ദേഹത്തിന്റെ കാൽപ്പനികത. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഡിഫറന്റ് ഫ്രം കൺവിക്ഷൻ ഇൻ ജയിൽ. കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശിക്ഷാ കാലയളവല്ല. തല്ലി വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തോണ്ടാണ് ഈ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കിടക്കുമ്പോഴേ അങ്ങനെയാണെങ്കിൽ ജയിൽ സംവിധാനങ്ങളാണ് മാറ്റേണ്ടത്. ജയിൽ സംവിധാനങ്ങൾ മാറ്റണം, പക്ഷേ എന്തിനാണ് 14 ദിവസം പുരുഷന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീയും ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. ലിംഗ വ്യത്യാസമില്ലാതെ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത്. കമ്മീഷനുകൾക്ക് കൊണ്ട് നിറഞ്ഞ് പിന്നെ ലൂപ്പ് ഹോൾ ഇട്ടിട്ട് ജനങ്ങളെ പുരുഷനും സ്ത്രീയെ ശത്രുതയാക്കുന്ന സൊസൈറ്റിയുടെ ഭവിഷ്യത്തിന്റെ ഫലമായി സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ വന്നിട്ടുള്ളത്. ആരും വിയോജിക്കുന്നില്ല മാഡം. അതേപോലെ പുരുഷനെതിരെ വ്യാജ പരാതിയും പുരുഷന്റെ പ്രശ്നങ്ങളും വർദ്ധിക്കുമ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വേണം. സ്ത്രീകൾ ജെന്യൂയിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ തരത്തിലുണ്ടാവുന്ന തെളിവുകൾ നശിപ്പിക്കുന്നത് സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസമായി താന്നു പോകുന്നതാണ്. സുപ്രീം കോടതി വിളിച്ചത് നിയമത്തിന്റെ പേര് നിയമ തീവ്രവാദം, ലീഗൽ ടെററിസം. സുപ്രീം കോടതി പറഞ്ഞത് ഇത് ലീഗൽ ടെററിസമായി മാറുന്നതാണ്. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ല. ചരിത്രമുള്ളത് കൊണ്ട് തന്നെയാണ് കമ്മീഷനുകളെ എതിർക്കുന്നത്. വനിതാ കമ്മീഷൻ വേണ്ടേ? വനിതാ കമ്മീഷനും വേണ്ട, മനുഷ്യാവകാശ കമ്മീഷനാണ് ഇവിടെ വേണ്ടത്. വനിതാ കമ്മീഷൻ വേണ്ടെന്ന് പറയണേ. ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് കിടക്കുമ്പോഴേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? മാത്രമല്ല, അല്ല, ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടത്തെ ജാതീയത, ഇവിടത്തെ വർഗീയത. അല്ല, നിങ്ങളുടെ പുരുഷന്റെ ആ മാനസികാരോഗ്യമാണോ നിങ്ങളുടെ വിഷയം? വേറൊരു വിഷയമല്ലേ, വർഗീയതയും പ്രശ്നമാണ്. അതുമായിട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? വിഷയം കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു വ്യാജ പരാതിയുടെ പേരിൽ വർഷങ്ങളോളം നമ്മളടക്കമുള്ള മാധ്യമങ്ങളിലെ ആൾക്കാർ വേട്ടയാടിയില്ലേ? പിന്നല്ലാതെ നിവിൻ പോളിയെ വേട്ടയാടിയില്ലേ? എത്രയോ പേരെ വേട്ടയാടി. അപ്പൊ ഇവരോടെല്ലാം നിങ്ങൾ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി ഒരാഴ്ച പോയി ജയിലിൽ കിടക്കൂന്ന് പറയുന്നത് അന്യായമല്ലേ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കുമ്പോഴേ അതിന്റെ വേന അറിയൂ. പറഞ്ഞത് കേട്ടോടാ. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. ജെൻഡറിന്റെ ബേസിലല്ല. ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും അല്ല. അതൊരു അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. ജെൻഡറിന്റെ ബേസിൽ നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തര. ലോകത്ത് പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ പുരുഷ കമ്മീഷൻ വേണ്ട. അറിയാത്ത കാര്യത്തെ പറ്റി എന്താണ് അഭിപ്രായം പറയാൻ പോകുന്നത്? അതിജീവിതമാർക്ക് കിട്ടുന്ന ഒരു പ്രൈവസി
ആ സപ്പോർട്ട് ഇവിടെ പ്രതികളായവർക്ക് പിന്നീട് കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ കിട്ടുന്നില്ല? അതിന്റെ ഉത്തരം ഒരു സൈഡിൽ XX ഇടുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ പേരുകൾ വൈ ആക്കി കൂടാ? പുരുഷന്റെ പ്രൈവസി. പൂർണ്ണമായി യോജിക്കുന്നു. നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കുക. അത് ആദ്യം നേടിയെടുക്കുക. പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. ഒരു അല്ല, വ്യാജ പരാതി അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്യോ? അതാണ് നോക്കേണ്ടത്. പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ്, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷന് അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവറും ജഡ്ജ്മെന്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ്. ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഈ പറയുന്ന സംഭവത്തിന് ഒരു പുരുഷ കമ്മീഷൻ പരിഹാരമാവൂ? വേണം, തീർച്ചയായും. കാരണം ഒരു നാണയത്തിന്റെ 2 വശമാണ്. സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ല, അത് പരമ്പരാഗത ഹെറ്ററോനോർമറ്റീവായിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. ഇവരുടെ തീരുമാനിക്കണോ? ഞാൻ അതുകൊണ്ടാണല്ലോ ഈ രീതി ആർഗ്യുമെന്റ് എന്നാണ് പറയുക. ഇല്ലാത്ത വാദഗതികൾ പറഞ്ഞ് നിങ്ങൾ അതിനെയാണ് പ്രതിനിധീകരിക്കുന്ന ഞങ്ങൾ എല്ലാ ആണുങ്ങളെയാണ് പ്രതികരിക്കുന്നത്. നിവിൻ പോളി DGPക്ക് കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് എന്തായി? നിവിൻ പോളി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും പോലീസ് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുത്തില്ല. പിന്നെ നമുക്കൊക്കെ എന്ത് നീതി കിട്ടാൻ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടുമായിരുന്നോ? പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല. വന്ന ശേഷം നമുക്ക് പറയാം നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ. സ്ത്രീകൾക്ക് എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് പറയാമോ? അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം. എന്തോ ഞാൻ എന്താ പറഞ്ഞു? മുമ്പേ വക്കീൽ പറഞ്ഞു 14 ദിവസം അകത്ത് പോകുന്ന വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. മുങ്കത്തെ ഉള്ളൂ നിങ്ങൾ. കൂടുതൽ 2 വക്കീലാണ് എനിക്കറിയാം. സ്ത്രീപീഡന പരാതി കൊണ്ട് കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ? വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നു. 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. 1 മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാല മനസ്സിലത് അവര് FIR ഇടും. പ്രാഥമിക അന്വേഷണം നടത്താൻ കോടതി പറയും. കിട്ടിയല്ലോ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ വ്യാജ പരാതി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഞാൻ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ആത്മാഭിമാനം മാത്രമാണ് എനിക്കുള്ളത്, അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. ചീഫ് ജസ്റ്റിസ് അത് പറയാമെങ്കിൽ ഞങ്ങൾക്കും അത് പറയാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പലപ്പോഴും സ്ത്രീകൾ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീ പരാതി കൊടുക്കരുത് എന്ന് പറയുന്നത്. കുത്തി കുത്തി ചോദിക്കും. അതാണ് ചോദ്യം. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ചീഫ് ജസ്റ്റിസിനെ അറസ്റ്റ് ചെയ്തോ? പറയട്ടെ, ചീഫ് ജസ്റ്റിസിനെതിരെ FIR ഇട്ടോ? ഞാൻ പറയട്ടെ. 69 ഞങ്ങൾക്ക് വേറെ നിയമമാണ്. ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ?